Hi, very good morning to all of you. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്ന 4th സെമസ്റ്റർ BBA സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. 2014 സിലബസ് അഡ്മിഷൻ ഫോളോ ചെയ്യുന്ന കുട്ടികളാണ് ഈ കുട്ടികൾ. ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഇന്നലെ ഞാൻ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങളെല്ലാവരും തന്നെ അത് പ്ലേ ചെയ്ത് വാച്ച് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് 4CO5 BBA എന്ന കോഡുള്ള പേപ്പറിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇതിൻ്റെ സബ്ജക്റ്റിൻ്റെ പേര് പോലെ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് യു മെൻ ബൈ ബിസിനസ് റിസർച്ച് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഒബ്ജക്റ്റീവ്. അപ്പോൾ എന്താണ് ബിസിനസ് റിസർച്ച്? അപ്പോൾ റിസർച്ച് എന്താണ് എന്ന് പറഞ്ഞാൽ ബിസിനസ് റിസർച്ചിലേക്ക് വരാൻ പറ്റുള്ളൂ. റിസർച്ച് എന്ന് പറഞ്ഞാൽ ആസ് ഇറ്റ്സ് നെയിം ഇൻഡിക്കേറ്റ്സ് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് സെർച്ചിങ് നോളജ്, സെർച്ച് ഫോർ നോളജ്. നമ്മൾ അറിയാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു അറിവ് കണ്ടെത്താനായിട്ട് നമ്മൾ ആഴത്തിൽ പഠിക്കുക, അതാണ് റിസർച്ച് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബിസിനസ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ബിസിനസ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ബിസിനസ് റിസർച്ച് ഈസ് ദ കണ്ടിന്യൂസ് സെർച്ച് ഫോർ ഇംപ്രൂവിങ് ഓർഗനൈസേഷണൽ പെർഫോമൻസ് ത്രൂ ഇൻക്രീസ്ഡ് ഇഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി. ഇറ്റ്സ് എ കണ്ടിന്യൂസ് സെർച്ച്. ബിസിനസ് റിസർച്ച് ഈസ് എ കണ്ടിന്യൂസ് സെർച്ച് എന്തിനു വേണ്ടിയിട്ട്? ഫോർ ഇംപ്രൂവിങ് ദ ഓർഗനൈസേഷണൽ പെർഫോമൻസ്, ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രൂ ഇൻക്രീസ്ഡ് ഇഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി. അതാണ് അതിൻ്റെ മീനിങ്. ദെൻ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു MC Daniel and Gates, business research is the planning, collection and analysis of data relevant to business decision making and communication of the results of this analysis to management. അപ്പോൾ എന്താണ്? പ്ലാനിങ്, ഓർഗനൈസിങ് പോലെയുള്ള സ്റ്റെപ്പിലൂടെ ഡാറ്റ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് അതിൻ്റെ ലാസ്റ്റ് ഫൈനൽ റിപ്പോർട്ട് നമ്മൾ റിസർച്ച് റിപ്പോർട്ടിൻ്റെ ഫോമാറ്റിൽ മാനേജ്മെൻറ്റിന് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ബിസിനസ് റിസർച്ചിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുള്ളത്. സോ നെക്സ്റ്റ്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദിസ് ബിസിനസ് റിസർച്ച് അല്ലെങ്കിൽ വൈ വി ആർ കണ്ടക്ടിങ് ദിസ് ടൈപ്പ് ഓഫ് ബിസിനസ് റിസർച്ച് എന്നാണ്. അപ്പോൾ ഒബ്ജക്റ്റീവ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ ദ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ്. നമ്മൾ ബിസിനസ്സിലുള്ള അവസരങ്ങളും നമ്മളെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കോമ്പറ്റീറ്റേഴ്സിൻ്റെ ത്രെഡ്സും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഇറ്റ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ വാട്ട് ആർ ദ പ്രോബ്ലം ഏരിയാസ് യൂഷ്വലി ഇൻ ദ ബിസിനസ് ഫീൽഡ്. നമുക്ക് ഒക്കേഷണലി അല്ലെങ്കിൽ യൂഷ്വലി ഉണ്ടാകുന്ന പ്രോബ്ലം ഏരിയാസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോബ്ലം ഏരിയാസ് സോൾവ് ചെയ്യാനുള്ള വൈസ് ഡിസിഷൻ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്താനും ഈ ബിസിനസ് റിസർച്ചിലൂടെ പറ്റും. ദെൻ ഇറ്റ് ഹെൽപ്സ് ടു ഗ്യാദർ ഇൻഫർമേഷൻ ഇൻ ഓർഡർ ടു എയ്ഡ് ബിസിനസ് റിലേറ്റഡ് ഡിസിഷൻ. അതായത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഡിസിഷൻസ് എടുക്കാൻ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ ഈ ബിസിനസ് റിസർച്ചിലൂടെ നമുക്ക് പറ്റുന്നതാണ്. ദെൻ അതായത് നെക്സ്റ്റ് പറഞ്ഞാൽ ദർ ആർ എ നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ഇൻ സോൾവിങ് ബിസിനസ് പ്രോബ്ലം. അതായത് ഒരു ബിസിനസ്സിലുണ്ടാകുന്ന പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒരുപാട് വഴികൾ, സ്റ്റെപ്പുകൾ നമ്മുടെ മുമ്പിലുണ്ടാവും. അപ്പോൾ നല്ല രീതിയിലൊരു ബിസിനസ് റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ദ ബിസിനസ് മാൻ ടു ചൂസ് ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ വിച്ച് ഇസ് ലൈക്ലി ടു ബി ദ മോസ്റ്റ് ഇഫക്റ്റീവ് ഇൻ അറ്റൈനിങ് ദ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. അതായത് ഒരുപാട് നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ്സ് നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ നിന്നും നമ്മൾ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് സൊല്യൂഷൻസ് നമ്മൾക്ക് അല്ലെങ്കിൽ ബെസ്റ്റ് വേ സെലക്ട് ചെയ്യാൻ ഈ ബിസിനസ് റിസർച്ചിലൂടെ പറ്റും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ഒബ്ജക്റ്റീവ്സ് ഒക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിസിനസ് റിസർച്ച് നടത്തുന്നത്. The next question, what is hypothesis? Hypothesis എന്ന് പറഞ്ഞാൽ it is a tentative assumption or presumption or an explanation about the research topic. നമ്മൾ ചെയ്യാൻ പോകുന്ന റിസർച്ച് ടോപ്പിക്കിനെ കുറിച്ചുള്ള അസംഷൻസ് അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ ഒരു ടെൻഡേറ്റീവ് പ്രിസംഷൻസ് ആണ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ. ഓർ ഇറ്റ് ഈസ് എ സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ പ്രഡിക്ഷൻ. നമുക്ക് ഫ്യൂച്ചറിൽ ഇങ്ങനെയായി തീരും എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനുള്ള ഒരു സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് ഹൈപ്പോത്തസിസ് എന്ന് പറയാം. ദെൻ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു ഗുഡ് ആൻഡ് HATT defines hypothesis as a proposition which can be put to test to determine validity. അതായത് നമ്മൾ ബിസിനസ് റിസർച്ചിൻ്റെ സ്റ്റെപ്പിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഹൈപ്പോത്തസിസ് നമ്മളവിടെ എന്ത് ചെയ്യും, സെറ്റ് ചെയ്ത് വെക്കും. ദെൻ അറ്റ് ദ എൻഡിൽ നമ്മൾ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സെറ്റ് ചെയ്ത് വെച്ച ഹൈപ്പോത്തസിസ് പിന്നെ ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്ത് തന്നെ നമുക്ക് ആ ഒരു റിസർച്ചിൻ്റെ വാലിഡിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ അങ്ങനെ വാലിഡിറ്റി എൻഷുർ ചെയ്യാൻ ഉപയോഗിക്കുന്ന
ഒരു സെറ്റ് ഓഫ് പ്രിസംഷൻ ഓർ അസംഷൻസ് ആണ് ഹൈപ്പോത്തിസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഹൈപ്പോത്തിസിൻ്റെ മീനിങ്. ദെൻ നെക്സ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ബിസിനസ് റിസർച്ച്. മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബിസിനസ് റിസർച്ചിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ്. അപ്പോൾ ഒരുപാട് ബിസിനസ് റിസർച്ച് ടൈപ്സ് ഉണ്ട്. അവിടെ ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ബേസിക് റിസർച്ച്, അപ്ലൈഡ് റിസർച്ച്, എക്സ്പ്ലോറേറ്ററി റിസർച്ച്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, കാഷ്വൽ റിസർച്ച് പോലെയുള്ളത്. അപ്പോൾ എന്താണ് ബേസിക് റിസർച്ച്? ബേസിക് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ പ്യുവർ റിസർച്ച് ആണ്. അതായത് നമ്മൾ ഡെവലപ്മെൻറ്റ്സ് ഓഫ് തിയറീസ് ഒക്കെ ഈ ബേസിക് റിസർച്ചിലാണ് ഫോം ചെയ്യുന്നത്. ഇതൊരിക്കലും നമ്മളൊരു പേഴ്സണൽ ആൾക്കാരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന റിസർച്ച് അല്ല. നമ്മൾ കോമൺ ആയിട്ട് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോമൺ തിയറീസ് ഫോളോ ചെയ്യുന്ന തിയറീസ് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഫോർമുലാസ് ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റിസർച്ചാണ്. ദർ ഇസ് നോ കൊമേഴ്ഷ്യൽ വാല്യൂ ടു ദിസ് ടൈപ്പ് ഓഫ് റിസർച്ച്. അതായത് ഇൻഡിവിജ്വലി നമുക്കൊരു കൊമേഴ്ഷ്യൽ ബെനിഫിറ്റും ഈ റിസർച്ചിനെ കൊണ്ടില്ല. ഇൻ ഷോർട്ട് ഇറ്റ് ഈസ് ഗാദറിങ് നോളജ് ഫോർ നോളജസ് സേക്ക്. ഗാദറിങ് നോളജ് ഫോർ നോളജസ് സേക്ക് ഇസ് ദ പ്യുവർ റിസർച്ച് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്. ദ നെക്സ്റ്റ് റിസർച്ച് ആണ് അപ്ലൈഡ് റിസർച്ച്. അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ അല്ലെങ്കിൽ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള റിസർച്ചാണ് അപ്ലൈഡ് റിസർച്ച്. ദെൻ ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ടു എ പ്രോബ്ലം ഫേസ്ഡ് ബൈ ദ സൊസൈറ്റി. നമ്മൾക്കുള്ളൊരു പ്രോബ്ലം നമ്മൾ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിറ്റി ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള റിസർച്ചാണ് അപ്ലൈഡ് റിസർച്ച്. അല്ലാണ്ട് ഇത് കോമൺ ആയിട്ട് ഫോർമുലാസോ തിയറീസോ ഡെവലപ്പ് ചെയ്യാനുള്ള റിസർച്ച് അല്ല. Then it is also called action research because it is based on launching of a direct action with regard to a problem. Then അതുപോലെ തന്നെ നെക്സ്റ്റ് റിസർച്ച് ആണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഡിസ്ക്രൈബിങ് എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഓർ ആൻ ഈവൻറ്റ് ഓർ ആൻ ഇൻഡിവിജ്വൽ. ഒരു ഈവൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിനെയോ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു റിസർച്ചാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഈ ടൈപ്പ് ഓഫ് റിസർച്ചിൽ ഇറ്റ് പ്രൊവൈഡ്സ് അപ്രോപ്രിയേറ്റ് ആൻസേഴ്സ് ടു ക്വസ്റ്റ്യൻസ് സച്ച് ആസ് വാട്ട് ഈസ് ദ പ്രോബ്ലം, വെർ ഡസ് ഇറ്റ് അറൈസസ് പോലെയുള്ള ക്വസ്റ്റ്യൻസിൽ അപ്രോപ്രിയേറ്റ് ആൻസേഴ്സ് കണ്ടെത്താൻ പറ്റും. ദെൻ നെക്സ്റ്റ് റിസർച്ചാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. ഇറ്റ്സ് നെയിം ഇൻഡിക്കേറ്റ്സ് നമുക്ക് അൺനോൺ ആയ ഒരു ഏരിയയിലേക്ക് അല്ലെങ്കിൽ അൺനോൺ ഫാക്ട്സിനെ കുറിച്ചുള്ള വസ്തുതകൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന റിസർച്ചാണ് എക്സ്പ്ലോർ ചെയ്ത് കണ്ടെത്തുക. ദാറ്റ് ഈസ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. This type of research is concerned with the discovery of new facts, തിങ്സ്, ഫോക്കസ് ഓർ ഐഡിയാസ്. അതായത് നമുക്ക് അറിയപ്പെടാത്ത ഒരു മേഖലയെ കുറിച്ചുള്ള പഠനം അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറിച്ചുള്ള ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചുള്ള ഒരു ഏരിയനെ കുറിച്ചുള്ള പഠനമാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ജനറലി ക്യാരിഡ് ഔട്ട് വിത്ത് പേർപ്പസ് ഓഫ് ഗെയിനിങ് ഫെമിലിയാരിറ്റി വിത്ത് എ പെർട്ടിക്കുലർ ടോപ്പിക്. ഒരു പ്രത്യേക ടോപ്പിക്കിനെ കുറിച്ചുള്ള പരിചയം നേടിയെടുക്കാൻ അറിയാത്തൊരു കാര്യത്തിനെ കുറിച്ച് അറിയാൻ വേണ്ടി ചെയ്യുന്ന റിസർച്ചാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ബിഫോർ ഫോർമുലേറ്റിംഗ് എ ഹൈപ്പോത്തസിസ്. കാരണം നമ്മൾക്ക് എന്താണ് ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ്, എന്താണ് ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ നമ്മൾ അറിയില്ല, നമ്മൾ വെറും അൺനോൺ ആണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫീൽഡിലാണ് നമ്മൾ ഈ റിസർച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതിന് മുമ്പേ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ദ നെക്സ്റ്റ് റിസർച്ചാണ് കാഷ്വൽ റിസർച്ച്. ആസ് ഇറ്റ്സ് നെയിം ഇൻഡിക്കേറ്റ്സ് കാഷ്വൽ മീൻസ് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പാണ് കാഷ്വൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ദിസ് ടൈപ്പ് ഓഫ് റിസർച്ച് എയിംസ് അറ്റ് ഐഡൻറ്റിഫൈങ് ദ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന റിസർച്ചാണ് കാഷ്വൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ദ പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് ഗോസ് ഓൺ ഇൻക്രീസിങ്. സോ വാട്ട് ആർ ദ കോസസ് ഓഫ് ഇൻക്രീസിങ് ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്? ഡിമാൻഡ് ഓഫ് ദ കൺസ്യൂമേഴ്സ്, കോമ്പറ്റീറ്റീവ്, അതായത് കോമ്പറ്റീറ്ററിൻ്റെ പ്രൈസ് നമ്മളെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ, ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സിനെ എഫക്റ്റ് ചെയ്തിട്ടാണ് ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ്. അപ്പം ഈ ഫാക്ടേഴ്സിനൊക്കെ നമുക്ക് കോസസ് ഒന്നും, ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂടുന്നത് കുറയുന്നതാണ് അതിൻ്റെ ഇഫക്റ്റ്. അങ്ങനെ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള റിസർച്ചാണ് കാഷ്വൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ. സോ ദിസ് ആർ ദ ടൈപ്സ് ഓഫ് റിസർച്ച്. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് സാമ്പിളിംഗ് ആൻഡ് എക്സ്പ്ലെയിൻ ദ മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്. അപ്പോൾ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇറ്റ്സ് എ പ്രോസസ് ഓഫ് taking a representative item from a given population. തന്ന പോപ്പുലേഷന് ഒരു റെപ്രസെൻറ്റേറ്റീവ് ഐറ്റം നമ്മൾ സെലക്ട് ചെയ്യുന്നതിനെയാണ് സാമ്പിൾ എന്ന് പറയുന്നത്. സാമ്പിൾ ഡിസൈൻ ഈസ് എ ഡെഫിനിറ്റ് പ്ലാൻ ഫോർ ഒബ്റ്റെയിനിങ് എ സാമ്പിൾ ഫ്രം ഗിവൺ പോപ്പുലേഷൻ. സാമ്പിൾ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഡെഫിനിറ്റ് പ്ലാൻ വരക്കുന്നതിന് ഫോർ ഒബ്റ്റെയിനിങ് എ സാമ്പിൾ ഫ്രം ദ ഗിവൺ പോപ്പുലേഷൻ. Then what are the types of samples? Sampling may be divided into two.
ദേ ആർ റാൻഡം സാമ്പിളിംഗ് ആൻഡ് നോൺ റാൻഡം സാമ്പിളിംഗ്. റാൻഡം സാമ്പിളിംഗിൽ വരുന്നതാണ് ഒന്നാമത്തത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സാമ്പിൾ സെലക്ടഡ് ഫ്രം എ പോപ്പുലേഷൻ ഇൻ സച്ച് എ വേ ദാറ്റ് every member of the population has an equal chance of being selected and the selection of an individual does not influence the selection of any other. അതായത് നമ്മൾക്ക് മുൻകൂട്ടി അറിയാൻ പറ്റില്ല നമ്മൾ എടുക്കാൻ പോകുന്ന ചോയ്സ് എങ്ങനെയാണ്. അപ്പോൾ ഒരു ബാഗ് ഉണ്ട്, ഒരു ബാഗിൽ 10 ബോൾ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒരു ബോൾ എടുക്കണം, ആ ബോളിൻ്റെ കളർ ഏതുമാവാം. അപ്പോൾ അവിടെ ഈക്വൽ ചാൻസ് ആണ് ആ 10 ബോളിന്. നമ്മൾ അതിൽ നിന്നും ഒരു ബോൾ മാറ്റി വെക്കുകയോ അല്ലെങ്കിൽ കളർ എക്സ്ചേഞ്ച് ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഈക്വൽ ചാൻസ് ഓഫ് ബീയിങ് സെലക്റ്റഡ് ആണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ സെലക്ഷൻ എങ്ങനെയാണ്, ദിസ് സെലക്ഷൻ ഈസ് പ്യൂർലി ഡിപ്പെൻഡ്സ് അപ്പോൺ ചാൻസ് ആണ്. അതുകൊണ്ട് പേഴ്സണൽ ബയസ് ഓഫ് ദി ഇൻവെസ്റ്റിഗേറ്റർ വിൽ നോട്ട് ബി പ്രസൻറ്റ് ഇൻ ദ സാമ്പിൾ. അവിടെ ഒരു പേഴ്സണൽ ബയസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ദ നെക്സ്റ്റ് സാമ്പിളാണ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിൾ. സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഫ് ദ ഫീൽഡ് ഓഫ് എൻക്വയറി ഈസ് നോട്ട് ഹോമോജീനിയസ് അല്ല, സിമിലർ ഐറ്റം അല്ല, ഹെട്രോജീനിയസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് ഉണ്ടാവും. അപ്പോൾ അവിടെയാണ് നമ്മൾ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻ ദിസ് മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ഡിവൈഡ് ദിസ് പോപ്പുലേഷൻ ഇൻറ്റു ഡിഫറെൻറ്റ് സബ് പോപ്പുലേഷൻ, ഡിഫറെൻറ്റ് സബ് ഗ്രൂപ്പാക്കി മാറ്റും. ആ ഓരോ ഗ്രൂപ്പിനെ നമ്മൾ സ്ട്രാറ്റ എന്നാണ് പറയുന്നത്. എന്നിട്ട് ആ ഈച്ച് സ്ട്രാറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഐറ്റംസ് സെലക്ട് ചെയ്യും ബൈ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്. അപ്പോൾ ഇതാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ. ദെൻ മൂന്നാമത്തെ മെത്തേഡാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. ദിസ് മെത്തേഡ് ഈസ് പോപ്പുലർലി യൂസ്ഡ് ഇൻ ദോസ് കേസസ് വേർ കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് ദ പോപ്പുലേഷൻ ഫ്രം വിച്ച് സാമ്പിൾസ് ഈസ് ടു ബി ഡ്രോൺ. അതായത് നമുക്കൊരു പോപ്പുലേഷൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റ് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ ദിസ് മെത്തേഡ് ദി ഐറ്റംസ് ഇൻ ദ പോപ്പുലേഷൻസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻ്റർവെൽസ് ഓർ മാഗ്നിറ്റ്യൂഡ്. അതായത് നമ്മൾ ഐറ്റംസ് സെലക്ട് ചെയ്യുന്ന ഒരു ഇൻ്റർവെൽ വെച്ചിട്ടാണ്. ആ ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അതായത് ഒരു പോപ്പുലേഷൻ അതിൻ്റെ അകത്ത് 1000 ഐറ്റംസ് ഉണ്ട്. അതിൽ നമുക്ക് 200 ഐറ്റംസിൻ്റെ സാമ്പിൾ എടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇൻ്റർവെൽ വെച്ചിട്ടാണ് എടുക്കുക. അപ്പോൾ ആ ഇൻ്റർവെൽ എങ്ങനെ കണ്ടുപിടിക്കുക, ആ വിഡ്ത്ത് അല്ലെങ്കിൽ ഇൻ്റർവെൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ 1000നെ 200നെ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഇൻ്റർവെൽ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ സപ്പോസ് നമ്മൾ ആദ്യത്തെ ഐറ്റം ഒരു 10ാമത്തെ ഐറ്റമാണ് എടുത്തതെങ്കിൽ നമ്മൾ നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന ഐറ്റം ആ 10നോടുകൂടി 5 കൂട്ടിയിട്ട് 15ാമത്തെ ഐറ്റം ആയിരിക്കും. ദെൻ നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന ഐറ്റം 20ാമത്തെ ഐറ്റം ആയിരിക്കും. അങ്ങനെ പോയി ലാസ്റ്റ് 1000 ഐറ്റംസ് വരെ എത്തുമ്പോൾ നമ്മളെ കയ്യിൽ കിട്ടുന്നതാണ് അതിൻ്റെ സാമ്പിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിങ്. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് ക്ലസ്റ്റർ സാമ്പിളിങ്. അതായത് ക്ലസ്റ്റർ സാമ്പിളിംഗിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ മെനി സർവേ there would be no reliable list of the unit of the population. അതായത് എത്ര യൂണിറ്റ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളൊരു ലിസ്റ്റ് നമ്മൾക്കില്ല. അല്ലെങ്കിൽ ആ ഓരോ ലിസ്റ്റും എടുത്തിട്ട് പരിശോധിച്ചിട്ട് നോക്കാൻ വെരി എക്സ്പെൻസീവായ കേസിലാണ് നമ്മൾ ക്ലസ്റ്റർ സാമ്പിളിംഗ് ഉപയോഗിക്കുന്നത്. ഹിയർ ക്ലസ്റ്റർ സാമ്പിളിംഗ് കൺസിസ്റ്റിംഗ് ഇൻ forming suitable clusters of units and surveying all the units in a sample of clusters selected. അതാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ദെൻ നെക്സ്റ്റ് നോൺ റാൻഡം സാമ്പിളിംഗ് ആണ്. അതിലൊന്നാമത്തെയാണ് കൺവീനിയൻറ്റ് സാമ്പിളിംഗ്. കൺവീനിയൻറ്റ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ സെലക്ടിങ് എ കൺവീനിയൻറ്റ് പോപ്പുലേഷൻ യൂണിറ്റ്. അതായത് ആ റിസർച്ചറുടെ താല്പര്യപ്രകാരം അയാൾ കൺവീനിയൻസിനനുസരിച്ച് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇഫ് ഐ വാണ്ട് ടു സെലക്ട് ദ സ്റ്റുഡൻറ്റ് സ്പെൻഡിങ് ഹാബിറ്റ് ഓഫ് എ കോളേജ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കോളേജിലെ കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് ഞാൻ പഠിക്കും. അതാണ് കൺവീനിയൻറ്റ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് ആണ് ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ്. ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഹിയർ ദ സെലക്ഷൻ ഓഫ് ഐറ്റം ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ് ഓഫ് ദ ഇൻവെസ്റ്റിഗേറ്റർ. അതായത് ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലായിരിക്കും അയാൾ ഐറ്റംസ് സെലക്ട് ചെയ്യുന്നത്. ഒരു പ്രത്യേക ഫോർമുലയോ സാമ്പിൾ യൂണിറ്റോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇഫ് ദ ഇൻവെസ്റ്റിഗേറ്റർ വൈസ് അയാൾ ബുദ്ധിയോടുകൂടി അല്ലെങ്കിൽ ബയാസ് ഇല്ലാതെ അൺബയാസ്ഡ് ആയിട്ടാണ് അയാൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദ സാമ്പിൾ സെലക്റ്റഡ് ഇൻ ദിസ് മാനർ വിൽ ബി എ റെപ്രസെൻറ്റേറ്റീവ് വൺ. അതർവൈസ് അല്ലെങ്കിൽ അവിടെ പേഴ്സണൽ ബയാസ് പ്രജുഡീസൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് പറയുന്നതാണ് നമ്മൾ നോൺ റാൻഡം സാമ്പിളിംഗിൽ ലാസ്റ്റ് പറയുന്നതാണ് കോട്ട സാമ്പിളിംഗ്. കോട്ട സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ദിസ് മെത്തേഡ് ഓഫ് സാമ്പിളിംഗ് ഈസ് അഡോപ്റ്റഡ് ഇൻ മേക്കിംഗ് സർവേസ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ. അത് പബ്ലിക് ഒപ്പീനിയൻ വേണ്ട കേസിൽ നമ്മൾ എടുക്കുന്ന സാമ്പിളിംഗ് ആണ്. ഓൺലി ഡെഫിനിറ്റ് quotas of persons in different classes are selected. So these are the types of sampling. The next question, what are the scaling techniques
used in business research. ബിസിനസ് റിസർച്ചിൽ ഉപയോഗിക്കുന്ന സ്കെയിലിംഗ് ടെക്നിക്സ് എന്തൊക്കെയെന്നാണ്. അപ്പോൾ എന്താണ് സ്കെയിലിംഗ് ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെയിലിംഗ് നമ്മൾ ബിസിനസ് റിസർച്ചിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സ്കെയിലിംഗ്സ് ആർ ഡിവൈസ്ഡ് ഫോർ മെഷറിംഗ് വാരിയബിൾ ഇൻ എ സോഷ്യൽ സയൻസ് റിസർച്ച്. സോഷ്യൽ സയൻസ് റിസർച്ചിൽ ഉപയോഗിക്കുന്ന വാരിയബിൾസ് മെഷർ ചെയ്യുന്നതാണ് സ്കെയിലിംഗ് ടെക്നിക്ക്. സ്കെയിലിംഗ് ഈസ് ദ പ്രൊസീജിയർ ഫോർ ഡിറ്റർമിനിങ് ദ ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ഓഫ് എ കൺസെപ്റ്റ്. അതായത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റിനെ, അതായത് നമ്മൾ ഈ ലൈഫ് സ്റ്റൈല് അല്ലെങ്കിൽ ലീഡർഷിപ്പ് സ്റ്റൈല് അല്ലെങ്കിൽ ബ്രാൻഡ് ഇമേജ് പോലെയുള്ള സംഭവത്തിനെ ക്വാണ്ടിറ്റേറ്റീവ് മെഷറിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് സ്കെയിൽ. അതായത് ചുരുക്കി പറഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് മെഷർമെൻറ്റിനെ ക്വാണ്ടിറ്റേറ്റീവിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സ്കെയിലിംഗ് ടെക്നിക്കിലൂടെയാണ്. സോ ഇറ്റ്സ് എ പ്രൊസീജിയർ ഫോർ ഡിറ്റർമിനിങ് ദ ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ഓഫ് അബ്സ്ട്രാക്റ്റ് കോൺസെപ്റ്റ്സ്. ദെൻ എത്ര തരത്തിലുള്ള സ്കെയിലുണ്ട്? നോമിനൽ സ്കെയിൽ, ഓർഡിനൽ സ്കെയിൽ, ഇൻ്റർവൽ സ്കെയിൽ, റേഷ്യോ സ്കെയിൽ. നോമിനൽ സ്കെയിൽ മീൻസ് നെയിം ഓൺലി, ദാറ്റ് ഈസ് നമ്പേഴ്സ് ഓർ ലെറ്റേഴ്സ് ആർ അസൈൻഡ് ടു ഒബ്ജക്ട്സ്, അതാണ് നോമിനൽ സ്കെയിൽ. ദെൻ ഓർഡിനൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ അസൈനിങ് ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ് അക്കോർഡിംഗ് ടു ദ റിലേഷൻഷിപ്പ്. അതായത് നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗുഡ്, എക്സലൻറ്റ്, ആവറേജ്, പുവർ, വെരി പുവർ പോലെയുള്ള ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത് ഓർഡിനൽ സ്കെയിൽ. ദെൻ ഇൻ്റർവൽ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോട്ട് ഓൺലി മെഷർ ഓർ ഇൻഡിക്കേറ്റ് ദ ഓർഡർ ബട്ട് ഓൾസോ ഇറ്റ് മെഷർ ദ ഡിസ്റ്റൻസ്, അതാണ് ഇൻ്റർവൽ സ്കെയിൽ. ഇറ്റ് മെഷർ ദ ഓർഡർ ഓർ ഡിസ്റ്റൻസ് ഇൻ യൂണിറ്റ്സ് ഓഫ് ഈക്വൽ ഇൻ്റർവൽസ്, അതാണ് ഇൻ്റർവൽ സ്കെയിൽ. ദെൻ റേഷ്യോ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ദ നമ്പേഴ്സ് ഓഫ് ദ റേഷ്യോ സ്കെയിൽ ഹാവ് ദ ക്വാളിറ്റീസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആൻഡ് ക്യാൻ ബി ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, അതാണ് റേഷ്യോ സ്കെയിൽ. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റേഷ്യോ സ്കെയിലിനുള്ള എക്സാമ്പിൾ നമ്മൾ ജോമെട്രിക് മീൻ, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻസ് ഒക്കെ വരാം. ഇൻ്റർവൽ സ്കെയിലിൽ പറയുകയാണെങ്കിൽ മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ് ഒക്കെ ഇൻ്റർവൽ സ്കെയിലിൽ വരാം. ദെൻ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെയിലിംഗ് ടെക്നിക്ക്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് പ്രൈമറി ഓർ സർവേ ഡാറ്റ കളക്ഷൻ. അറിയാം നിങ്ങൾക്ക് പ്രൈമറി മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ അറിയാം, ഇൻ്റർവ്യൂ, ടെലിഫോണിക് ഇൻ്റർവ്യൂ, ഫേസ് ടു ഫേസ് ഇൻ്ററാക്ഷൻ, ക്വസ്റ്റ്യനെയർ, ഷെഡ്യൂള് പോലെയുള്ള മെത്തേഡ്സാണ് പ്രൈമറി ഡാറ്റ കളക്ഷൻ അല്ലെങ്കിൽ സർവേ മെത്തേഡ്, അത് ശ്രദ്ധിക്കുക. ദെൻ വാട്ട് ആർ ദ സ്റ്റേജസ് ഓഫ് പ്രോസസ്സിംഗ് ദ ഡാറ്റ. ഒരു ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ ആവശ്യമായ സ്റ്റേജസ് എന്തൊക്കെയാണ്. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ദ ഡാറ്റ ഇൻറ്റു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡാറ്റ ഇൻറ്റു ഇൻഫർമേഷൻ ആണ്. അപ്പോൾ ഡാറ്റനെ ഇൻഫർമേഷനാക്കി മാറ്റാൻ ആവശ്യമായ പ്രോസസ്സിംഗ് ടെക്നിക്സ് ഉണ്ട്. അതിൻ്റെ സ്റ്റെപ്സ് ആണ് എഡിറ്റിംഗ്, കോഡിങ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ എന്ന് പറഞ്ഞാൽ. സോ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആസ് സൂൺ ആസ് ദ റിസർച്ചർ റിസീവ്സ് ദ ഡാറ്റ, റിസർച്ചർ ഡാറ്റ റിസീവ് ചെയ്തപാടെ തന്നെ ഹി ഷുഡ് സ്ക്രീൻ ഇറ്റ് ഫോർ ആക്യുറസി, സ്ക്രീൻ ചെയ്യും. അപ്പോൾ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് എക്സാമിനിങ് ദ ഡാറ്റ കളക്റ്റഡ് ത്രൂ വാരിയസ് മെത്തേഡ്സ് ടു ഡിറ്റക്ട് ഇറേഴ്സ് ആൻഡ് ഒമിഷൻസ് ആൻഡ് കറക്റ്റ് ദം ഫോർ ഫർദർ അനാലിസിസ്. എന്തെങ്കിലും തരത്തിലുള്ള എറേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒമിഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഡാറ്റനെ മീനിങ് ഫുള്ളാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ, വിത്ത് വേരിയസ് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതാണ് എഡിറ്റിംഗ്. ദെൻ കോഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റനെ ഡിഫറെൻറ്റ് സിമ്പിൾസ് പോലെയുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളതിനെ സമ്മറൈസ് ചെയ്യുന്നതാണ് കോഡിംഗ്. ദാറ്റ് ഈസ് ഇറ്റ് ഇസ് എ പ്രോസസ് ബൈ വിച്ച് റെസ്പോൺസ് കാറ്റഗറീസ് ആർ സമ്മറൈസ്ഡ് ബൈ അസൈനിങ് numbers or symbols. അതാണ് ഇറ്റ് ഇസ് എ പ്രോസസ് ബൈ വിച്ച് റെസ്പോൺസ് കാറ്റഗറീസ്, അതായത് നമ്മൾ കളക്ട് ചെയ്ത റെസ്പോൺസിനെ നമ്മൾ എന്ത് ചെയ്യും? സമ്മറൈസ് ചെയ്യും. ഏത് ഉപയോഗിച്ചിട്ട്? ബൈ നമ്പേഴ്സോ അല്ലെങ്കിൽ സിമ്പിൾസോ ഉപയോഗിച്ചിട്ട് നമ്മൾ സമ്മറൈസ് ചെയ്യുന്നതിനാണ് കോഡിംഗ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷനാണ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റനെ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക അക്കോർഡിംഗ് ടു സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ്. ദാറ്റ് ഈസ് ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ഡിവൈഡിങ് ദ ഹോൾ ഡാറ്റ ഇൻറ്റു ഗ്രൂപ്പ്സ് ഓർ ക്ലാസ്സസ് അക്കോർഡിംഗ് ടു സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ്. ദെൻ ടാബുലേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷന് ശേഷം വരുന്നൊരു സ്റ്റെപ്പാണ് ടാബുലേഷൻ. ടാബുലേഷൻ എന്ന് പറഞ്ഞാൽ അറേഞ്ചിങ് ദ ഡാറ്റ ഇൻറ്റു റോസ് ആൻഡ് കോളംസ് ആണ് ടാബുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻ പ്രോസസ്സിങ് ദ ഡാറ്റ. ദെൻ നെക്സ്റ്റ് വാട്ട് ഡു യു മീൻ ബൈ കണ്ടിൻജൻസി ടേബിൾ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കണ്ടിൻജൻസി ടേബിൾ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മളെ ഗ്രേറ്റ് സ്റ്റാറ്റിസ്റ്റീഷ്യനായ കാൾ പിയേഴ്സൺ ആണ്. ഇൻ ദ ഇയർ 1904 അത് കൊണ്ടുവന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ
ഇത് കൊണ്ടുവന്നത് the term contingency table was first used by statistician Carl Pearson in 1904. This table shows the relationship between two variables in a tabular form. രണ്ട് വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് ടാബുലർ ഫോമിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് കണ്ടിൻജൻസി ടേബിൾ. ഈ തരത്തിലുള്ള ടേബിൾ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കൈ-സ്ക്വയർ ടെസ്റ്റിലാണ്. നിങ്ങൾ കൈ-സ്ക്വയർ ടെസ്റ്റ് QTയിൽ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവും. അവിടെ നമ്മൾ പിന്നെ രണ്ട് വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് നമ്മൾ പിന്നെ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ അതുപോലെയുള്ള മെയിൽ ഫീമെയിൽ പോലെയുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേബിളാണ് കണ്ടിൻജൻസി ടേബിൾ. ദെൻ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ സ്റ്റേജസ് ഇൻ റിപ്പോർട്ട് റൈറ്റിംഗ്. റിപ്പോർട്ട് റൈറ്റിങ്ങിൽ വേണ്ട സ്റ്റേജസ് എന്തൊക്കെയാണ്? അപ്പോൾ റിപ്പോർട്ട് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിസർച്ചിൻ്റെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന പിന്നെ ഒരു പ്രോഡക്റ്റാണ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ സ്റ്റേജസ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ എന്താണ്, നമ്മൾ ആ റിസർച്ചിൻ്റെ പ്രോജക്റ്റ് അല്ലെങ്കിൽ ആദ്യം തന്നെ പ്ലാൻ ഇൻ അഡ്വാൻസ് അതിൻ്റെ ടാർഗറ്റ് ടൈമും അതിൻ്റെ ഡേറ്റ് ഓഫ് കംപ്ലീഷനൊക്കെ ആദ്യം തീരുമാനിക്കുക. രണ്ടാമെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ അറേഞ്ച് ദ ഡാറ്റ ഡോക്യുമെൻറ്റ്സ് ബിബ്ലിയോഗ്രഫി എക്സെട്ര അക്കോർഡിംഗ് ടു ദ സ്ട്രക്ചറിനനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുക. പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്ലൈൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ ഓൾ പോയിൻറ്റ്സ് ആൻഡ് സബ് പോയിൻറ്റ്സ്. നമ്മൾ ഔട്ട്ലൈൻ നോക്കുക. ദെൻ അതുപോലെ തന്നെ പ്രിപ്പയർ എ റഫ് റിപ്പോർട്ട് ഓഫ് വാട്ട് വൺ ഹാസ് ബീൻ യൂസ്ഡ് ഇൻ ഹിസ് സ്റ്റഡീസ്. അതായത് ആദ്യം നമ്മൾ പഠിച്ച കാര്യത്തിനെ കുറിച്ച് റഫ് റിപ്പോർട്ടാക്കുക. ദെൻ ആ റഫ് റിപ്പോർട്ട് എന്ത് ചെയ്യുക, ഫ്യൂ ഡേയ്സ് നമ്മളെ കയ്യിൽ വെക്കുക ഫോർ കെയർഫുൾ റീഡിങ്. ആൻഡ് ദെൻ ആഫ്റ്റർ കെയർഫുൾ റീഡിങ് ദെൻ റിവൈസിങ് ഇറ്റ് ഓൺ ദ ബേസിസ് ഓഫ് തിങ്കിങ് ആൻഡ് ഡിസ്കസിങ് വിത്ത് അതേഴ്സ്. മറ്റുള്ള ആൾക്കാരുടെ ഡിസ്കഷനിൽ നമ്മൾ അതിലെന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ മാറ്റം വരുത്താം. എന്നിട്ട് എന്താ ചെയ്യുക, ഈ റഫ് റിപ്പോർട്ടിനെ റീറൈറ്റ് ദ റിപ്പോർട്ട് ഓൺ ദ ബേസിസ് ഓഫ് ദ റിവിഷൻ. ദെൻ പിന്നെ എന്താക്കുക, പ്രിപ്പയർ ഫൈനൽ ബിബ്ലിയോഗ്രഫി തയ്യാറാക്കുക. അപ്പോൾ ബിബ്ലിയോഗ്രഫി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് 2 പാർട്സ് ആയിട്ടാണ്. ഫസ്റ്റ് കണ്ടെയ്നിങ് ദ നെയിം ഓഫ് ദ ബുക്ക് ആൻഡ് സെക്കൻഡ് കണ്ടെയ്നിങ് ദ നെയിം ഓഫ് ദ മാഗസിൻസ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് ആർട്ടിക്കിൾസ്. അങ്ങനെയാണ്. ദ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് റൈറ്റിംഗ് ആണ്. ഇറ്റ് ഈസ് ദ റൈറ്റിംഗ് ഓഫ് എ ഫൈനൽ ഡ്രാഫ്റ്റ് ഓഫ് ദ റിപ്പോർട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ്, ഇതാണ് റിപ്പോർട്ട് റൈറ്റിങ്ങിൻ്റെ വേറെ സ്റ്റേജസിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ബേസിക് റിസർച്ച് ആൻഡ് അപ്ലൈഡ് റിസർച്ച്. ഞാൻ നേരത്തെ ടൈപ്സ് ഓഫ് റിസർച്ചിൽ എന്താണെന്നത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബേസിക് റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ടുള്ള തിയറീസ് ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റിസർച്ചാണ് ബേസിക് റിസർച്ച്. അത് ഒരു പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതല്ല. നേരെ മറിച്ച് അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. നമ്മളെ സൊസൈറ്റിയിലുള്ള നമ്മളെ നാട്ടിലുള്ള പ്രശ്നത്തിനെതിരെ സൊല്യൂഷൻ കണ്ടെത്താൻ പ്രാക്ടിക്കൽ ലെവലിൽ ചെയ്യുന്ന റിസർച്ചാണ് അപ്ലൈഡ് റിസർച്ച്. ദെൻ ബേസിക് റിസർച്ചിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ സ്കോപ്പ് ഈസ് വൈഡ് ആണ്. വേറെ അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സൊസൈറ്റി അല്ലെങ്കിൽ ഒരു പ്രത്യേക ഏരിയയിലുള്ള പ്രശ്നം സോൾവ് ചെയ്യാൻ ആ പ്രോബ്ലത്തിനനുസരിച്ചുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്നതുകൊണ്ട് അത് നാരോ ആണ് അതിൻ്റെ സ്കോപ്പ്. ദെൻ പിന്നെ വെച്ച് കഴിഞ്ഞാൽ ബേസിക് റിസർച്ച് ട്രൈസ് ടു എക്സ്പ്ലെയിൻ വൈ തിങ്സ് ഹാപ്പൻ. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്ലൈഡ് റിസർച്ചിലാണെങ്കിൽ ഹൗ തിങ്സ് ക്യാൻ ബി ചേഞ്ച്ഡ്, എങ്ങനെ അത് നമുക്ക് ചേഞ്ച് ചെയ്യാം എന്നുള്ള ഒരു സൊല്യൂഷനാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ബേസിക് റിസർച്ച് കനോട്ട് ബി ടൈം ബൗണ്ട് ഓർ കോസ്റ്റ് ബൗണ്ട്. അതിന് ടൈമും കോസ്റ്റും അങ്ങനെയൊന്നുമില്ല. നമ്മൾ സാധാരണയായി നമ്മൾ ന്യൂട്ടൺസിൻ്റെ ലോ അഥവാ E=mc² അങ്ങനെയുള്ള ജനറൽ തിയറീസ് ഫോർമുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റിസർച്ചാണ്. അതിനൊരു ടൈം ബൗണ്ടോ കോസ്റ്റ് ബൗണ്ടോ ഒന്നും തന്നെ ഇല്ല. വേറെ അപ്ലൈഡ് റിസർച്ച് ആണെങ്കിൽ ടൈം ആൻഡ് കോസ്റ്റ് ബൗണ്ടാണ്. പിന്നെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക് റിസർച്ചിൻ്റെ ആപ്ലിക്കേഷൻ ഇറ്റ് ഈസ് നോട്ട് എ പ്രൈമറി പർപ്പസ്, ബട്ട് അപ്ലൈഡ് റിസർച്ചിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പ്രൈമറി പർപ്പസ് ആണ്. അപ്പോൾ ഇതാണ് ബേസിക് റിസർച്ചും അപ്ലൈഡ് റിസർച്ചും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ആർ ദ ടൂൾസ് യൂസ്ഡ് ഇൻ മെഷർമെൻറ്റ് ഓർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷർമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഡാറ്റ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഡാറ്റ അനാലിസിസ് ചാപ്റ്ററിൽ നമ്മൾ റിസർച്ചിൻ്റെ ഡാറ്റ അനാലിസിസ് ചാപ്റ്ററിൽ ഡാറ്റ അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസ് പെർസെൻറ്റേജസ് ഉണ്ട്, ഫ്രീക്വൻസി ടേബിൾ, കണ്ടിൻജൻസി ടേബിൾ, ഗ്രാഫ്, ഡയഗ്രാംസ് പോലെയുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് വേരിയബിൾ ആൻഡ് വാട്ട് ഈസ് പ്രപ്പോസിഷൻ. അപ്പോൾ വേരിയബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം വേരിയബിൾസ് ആർ എനി ക്യാരക്ടറിസ്റ്റിക്സ് ഓർ എ നമ്പർ ഓർ എ ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഓർ കൗണ്ടഡ്. മെഷർ ചെയ്യാനോ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയബിൾ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ. വേറെ പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ പോലെയുള്ള ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദാറ്റ് ക്യാൻ ബി ഐദർ ട്രൂ ഓർ ഫോൾസ്. ഒന്നെങ്കിൽ ട്രൂ ആവാം അല്ലെങ്കിൽ ഫോൾസ് ആവാം. ഫോർ എക്സാമ്പിൾ ഐദർ ലെസ് ദാൻ ഓർ മോർ ദാൻ, ഒരിക്കലും രണ്ടും ഒരുമിച്ച് വരില്ല. ഇറ്റ് കനോട്ട് ബി ബോത്ത്, ഒരിക്കലും വരില്ല. അതാണ് അങ്ങനെയുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് പൈലറ്റ് സ്റ്റഡി. പൈലറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സ്മോൾ സ്കെയിൽ പ്രിലിമിനറി സ്റ്റഡീസ് ഇൻ ഓർഡർ ടു ഇവാലുവേറ്റ് ദ ഫീസിബിലിറ്റി ഓഫ് ദ പ്രോജക്റ്റ് ബിഫോർ ഇറ്റ് ഈസ് ആക്ച്വലി സ്റ്റഡീഡ് ഇൻ ഡീറ്റെയിൽ. അതായത് ഒരു പ്രോജക്റ്റിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട്
സ്റ്റഡി ചെയ്യുന്നതിന് മുമ്പിലേ തന്നെ അതിൻ്റെ ഫീസിബിലിറ്റി അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയ രീതിയിൽ സ്മോൾ സ്കെയിലായിട്ട് നമ്മൾ ചെറിയ രീതിയിൽ അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് പൈലറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് എ സ്മോൾ സ്കെയിൽ പ്രിലിമിനറി സ്റ്റഡി ഇൻ ഓർഡർ ടു ഇവാലുവേറ്റ് ദ ഫീസിബിലിറ്റി ഓഫ് ദ പ്രോജക്റ്റ് ബിഫോർ ഇറ്റ് ഈസ് ആക്ച്വലി സ്റ്റഡിഡ് ഇൻ ഡീറ്റെയിൽ. സോ ദീസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് കമ്മിങ് അണ്ടർ ദ സബ്ജക്ട് ബിസിനസ് റിസർച്ച് മെത്തേഡ് ഫോർ ദ 4th സെമസ്റ്റർ BBA സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് സ്റ്റുഡൻസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വാച്ച് ചെയ്യുക, പഠിക്കുക. ദെൻ നിങ്ങളെ പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. സപ്പോർട്ട്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു.